അങ്ങനെ ഗോമതിയും കൊച്ചുകേളുവും ആ സ്ത്രീയോട് യാത്ര പറഞ്ഞ് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ബാല്യമായതിനാൽ തന്നെ വനത്തിലൂടെയുള്ള യാത്ര അത്യന്തം ദുഷ്കരമായിരുന്നു. രാത്രികാലങ്ങൾ അപകടം കൂടാതെ കഴിഞ്ഞുകൂടുവാൻ അവർ നന്നേ ബുദ്ധിമുട്ടി. പലപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടിരുന്നത്. ക്ലേശകരമായ ആ ദിവസങ്ങൾക്കൊടുവിൽ ഇരുവരും തങ്ങളുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഗ്രാമപാതയിലൂടെ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ അവർക്ക് അവിടുത്തെ താപനില കൂടുന്നത് പോലെ തോന്നി. മുന്നോട്ടേക്ക് നീങ്ങും തോറും അസഹനീയമായ ചൂട് അവർക്ക് അനുഭവപ്പെട്ടു. അങ്ങ് ദൂരെയായി സമ്പന്നയായി മാറിയ ആ സ്ത്രീയുടെ മണിമാളിക കാണാം. അവിടെ നിന്നും അസാധാരണമായ ഒരു വെളിച്ചം പരക്കുന്നതായി അവർ കണ്ടു. അതെന്താണെന്നറിയാൻ അവർക്ക് ആകാംക്ഷയായി. ഇരുവരും അങ്ങോട്ടേക്ക് നടന്നു. അടുക്കും തോറും ചൂട് കൂടിക്കൂടി വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. കുറച്ചുകൂടി മുന്നോട്ടേക്ക് നീങ്ങിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി തുടങ്ങി. ആ മണിമാളിക ചുട്ടു പൊള്ളുകയാണ്. സ്വർണത്തിൽ തീർത്ത മേൽക്കൂരയിലെ കൊത്തുപണികളും കവാടങ്ങളും ജനലുകളുമെല്ലാം ഉരുകി ഇറങ്ങുന്നു. ആ വീട് ഒരു തീഗോളം പോലെ ചുട്ടു പൊള്ളുകയാണ്. ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നറിയാൻ അവർക്ക് തിടുക്കമായി. അപ്പോഴാണ് ആ വീട്ടിലെ സ്ത്രീയും അവരുടെ ഭർത്താവും കുട്ടിയും അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് അവർ കണ്ടത്. ഇരുവരും അവർക്കരികിലേക്ക് ചെന്നിട്ട് അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? കൊച്ചുകേളുവിനെയും ഗോമതിയെയും ബാല്യാവസ്ഥയിൽ കണ്ടിട്ട് ആ സ്ത്രീക്ക് അവരെ മനസ്സിലായില്ല. അവർ ആ കുട്ടികളെ ഒന്ന് നോക്കിയിട്ട് ഒന്നും പറയാതെ അവിടെ നിന്നും മുന്നോട്ടേക്ക് പോയി. അപ്പോഴാണ് ഇരുവരും ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ സ്ത്രീയുടെയും കുട്ടികളുടെയും ശരീരമാസകലം പൊള്ളലേറ്റ പാടുകൾ. അവർ വീണ്ടും ആ സ്ത്രീയുടെ അരികിലേക്ക് ചെന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പറ്റിയതെന്ന് ദയവായി പറഞ്ഞാലും ഞങ്ങൾ ഗോമതിയും കൊച്ചുകേളുവുമാണ്. ഇത് കേട്ട ആ സ്ത്രീക്ക് അത് വിശ്വസിക്കാനായില്ല. എന്നാൽ ഗോമതി അവർക്ക് ആ ഗ്രാമത്തിലേക്ക് പോയപ്പോൾ മുതൽ പിന്നീടുണ്ടായ എല്ലാ കാര്യങ്ങളും വിവരിച്ചു നൽകി. ഇതെല്ലാം കേട്ട ആ സ്ത്രീ അവരോട് ചോദിച്ചു, നിങ്ങളും ആ അബദ്ധം കാണിച്ചു അല്ലേ? പിന്നീട് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഇരുവരും ഒരു നടുക്കത്തോടെയാണ് കേട്ടുനിന്നത്. വെൽക്കം ടു ഫൈൻ സ്റ്റോറി. ഒരു വിതുമ്പലോടെയാണ് ആ സ്ത്രീ തങ്ങൾക്കുണ്ടായ ദുർഗതിയെപ്പറ്റി ഗോമതിയോടും കൊച്ചുകേളുവിനോടും പറഞ്ഞത്. ഈ നാട്ടുകാർ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. ആ ഗ്രാമവും അവിടുത്തെ വനദേവതയും വരത്തിനൊപ്പം നമ്മെ മുച്ചൂടും മുടിക്കുന്ന വിധം ശാപവും നൽകിയാണ് നമ്മെ തിരിച്ചയക്കുക. ഇവിടെ തിരിച്ചെത്തി നാളുകളോളം സർവ്വ ഐശ്വര്യങ്ങളോടെയാണ് ഞങ്ങൾ കഴിഞ്ഞുകൂടിയത്. എന്നാൽ മാസങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. ഞങ്ങൾ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾക്കും വൈരക്കല്ലുകൾക്കുമൊക്കെ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി. ധാന്യങ്ങളിൽ പുഴുക്കൾ ഞുരയ്ക്കുവാൻ തുടങ്ങി. സ്വർണം സൂക്ഷിച്ച നിലവറയിൽ നിന്നും അസഹനീയമായ ചൂട് വമിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. ഈ രാത്രി ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ശരീരത്തിൽ അണിഞ്ഞിരുന്ന സകല ആഭരണങ്ങളും ഉരുകി ഒലിക്കുവാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിൻ്റെ അടക്കം ശരീരം പൊള്ളി വ്രണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. വീടിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള സ്വർണത്താൽ തീർത്ത സകലതും ഉരുകി തുടങ്ങി. കലവറയിലെ ധാന്യങ്ങൾ പുഴുക്കളാൽ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ ജീവനും കൊണ്ട് ഒരുവിധം രക്ഷപ്പെട്ട് പുറത്തു വന്നു. ഈ ഗ്രാമത്തിലെ ഓരോ വീടുകളിലും ഞങ്ങൾ അഭയം തേടി ചെന്നു. എന്നാൽ വനദേവതയുടെ ശാപമേറ്റു വാങ്ങിയ ഞങ്ങളെ അവർ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആട്ടി അകറ്റി. മാത്രമല്ല, ഇനി ഒരിക്കലും ഈ ഗ്രാമത്തിൽ കണ്ടുപോകരുതെന്ന് അന്ത്യശാസനവും നൽകി. ഇനി എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല, അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട ഗോമതിയും കൊച്ചുകേളുവും ആകെ ഭയന്ന് വിറച്ചു. തങ്ങൾക്കും ഈ ഗതി വരുമല്ലോ എന്നോർത്ത് അവർ മരവിച്ച് നിന്നുപോയി. വിറയ്ക്കുന്ന വാക്കുകളോടെ അവർ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് ആ ഗ്രാമത്തിലേക്ക് പോയി വനദേവതയോട് തന്നെ സഹായം ചോദിച്ചു കൂടെ? ഇത് കേട്ടതും ക്ഷോഭത്തോടെ ആ സ്ത്രീ പറഞ്ഞു, എന്നിട്ടെന്തിനാണ്? പുതിയൊരു ശാപം കൂടി തലയിൽ വലിച്ചു വാങ്ങാനോ? ഞങ്ങൾ ഞങ്ങളുടെ ജന്മദേശത്തേക്ക് പോവുകയാണ്. അവിടെ ഇനിയുള്ള കാലം ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോളാം. ഇത്രയും പറഞ്ഞിട്ട് ആ സ്ത്രീയും കുടുംബവും അവിടെ നിന്ന് നടന്നു നീങ്ങി. പോകുന്നതിന് മുമ്പ് അവർ ഗോമതിയോട് ഒരു കാര്യം കൂടി പറഞ്ഞു.
നിങ്ങൾ സൂക്ഷിക്കുക. കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് ഇവിടം വിട്ട് പൊയ്ക്കൊള്ളുക. ഇല്ലെങ്കിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്തായിരിക്കുമെന്ന് ആർക്കും പറയാനാകില്ല. ആ കുടുംബം കണ്ണീരോടെ വിടവാങ്ങുന്നത് അവർ വേദനയോടെ നോക്കി നിന്നു. ആ കുടുംബം അങ്ങ് ദൂരെ ഇരുട്ടിൽ പോയി മറഞ്ഞതും ഗോമതിയുടെയും കൊച്ചുകേളുവിൻ്റെയും ഉള്ളിൽ ഒരു ഭയത്തിൻ്റെ ജ്വാല എരിയുവാൻ തുടങ്ങി. ഇനി എന്തു ചെയ്യും? അവർ പരസ്പരം ചോദിച്ചു. ഏതായാലും ഇന്ന് വീട്ടിലേക്ക് പോകാം. പയ്യെ ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കാം. അങ്ങനെ അവർ അവരുടെ വീട്ടിലേക്ക് നടന്നു. വീടിൻ്റെ മുന്നിലെത്തിയ അവർ ഞെട്ടി. ഒരു വലിയ മണിമാളികയാണ് അവർ അവിടെ കണ്ടത്. പക്ഷെ ആ കാഴ്ച കണ്ടിട്ട് അവർക്ക് സന്തോഷമല്ല തോന്നിയത്, മറിച്ച് ഭയമാണ്. എപ്പോൾ വേണമെങ്കിലും വനദേവതയുടെ ശാപം തങ്ങളെയും ബാധിക്കാം. മാത്രമല്ല, ഇവിടുത്തെ ഗ്രാമവാസികൾ തങ്ങളെ ഇവിടെ താമസിക്കാൻ അനുവദിക്കുകയുമില്ലായിരിക്കും. ഒന്നും വേണ്ടിയിരുന്നില്ല. ഒരു വേദനയോടെ അവർ മന്ത്രിച്ചു. ഇനി എന്ത് ചെയ്യും? ശാപം തങ്ങളെ ബാധിക്കും മുമ്പ് എന്തെങ്കിലും ചെയ്യണം. സ്വന്തം ജന്മനാട്ടിലേക്ക് മടങ്ങാനാവാത്ത അവസ്ഥയാണ്. അവിടേക്ക് ചെന്നാൽ പിന്നെ ഒരിക്കലും തങ്ങൾക്ക് ഒന്നിക്കാനായെന്ന് വരില്ല. ഈ മാളികയിൽ തങ്ങുന്നത് അതിലും വലിയ വിപത്തായി മാറും. ഇനി ഒരു വഴിയേ ഉള്ളൂ. ശാപം ബാധിക്കും മുന്നേ ഇതെല്ലാം ഉപേക്ഷിച്ച് ആ ഗ്രാമത്തിൽ പോയി വനദേവതയെ കണ്ട് മാപ്പ് പറഞ്ഞ് സഹായം ചോദിക്കാം. മറ്റൊരു ശാപം കിട്ടിയാൽ അത് തങ്ങളുടെ വിധിയാണെന്ന് വെച്ച് സമാധാനിക്കാം. എന്നാൽ വനദേവത നമ്മളോട് ക്ഷമിച്ച് ശാപത്തിൽ നിന്നും മോചനം തന്നാൽ അത് മഹാഭാഗ്യമാകും. ഇനി ഇതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. അങ്ങനെ ഗോമതിയും കൊച്ചുകേളുവും ആ രാത്രി തന്നെ അവിടുന്ന് യാത്ര തിരിച്ചു. പോകും മുമ്പ് തങ്ങൾക്ക് ലഭിച്ച എല്ലാ ആഭരണങ്ങളും അവർ വഴിയിൽ ഉപേക്ഷിച്ച് തികച്ചും സാധാരണക്കാരെ പോലെ ആയിരുന്നു യാത്ര പുറപ്പെട്ടത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ അത്ഭുത ഗ്രാമത്തിലെ സ്ത്രീ തന്ന ഭക്ഷണ സാധനങ്ങൾ അല്പം ബാക്കിയുണ്ടായിരുന്നു. അത് കയ്യിലെടുത്ത് ഇരുവരും വീണ്ടും ആ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. അതികഠിനമായ യാത്രയ്ക്കൊടുവിൽ അവർ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അതൊരു രാത്രിയായിരുന്നു. തങ്ങൾക്ക് നേരത്തെ അഭയം തന്ന ആ സ്ത്രീയുടെ വീട്ടിൽ ആ രാത്രി താമസിക്കുവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ആ വീടിൻ്റെ വാതിലിൽ മുട്ടി. ആ സ്ത്രീ വാതിൽ തുറന്നു. ഗോമതിയെയും കൊച്ചുകേളുവിനെയും കണ്ടതോടെ അവർ വാതിൽ വലിച്ചടച്ചു. എന്തുകൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ ചെയ്തതെന്ന് ഗോമതിക്കും കൊച്ചുകേളുവിനും മനസ്സിലായില്ല. അവർ വീണ്ടും വാതിലിൽ മുട്ടി. പലതവണ വാതിലിൽ മുട്ടിയിട്ടും അവർ ആ വാതിൽ തുറന്നില്ല. നിരാശയോടെ ഇരുവരും അവിടെ നിന്നും ഇറങ്ങി. എന്നിട്ട് അവർ തൊട്ടടുത്തുള്ള മറ്റൊരു വീടിൻ്റെ വാതിലിൽ മുട്ടി. ആ വാതിൽ തുറന്ന് ഒരു യുവാവ് പുറത്തേക്ക് വന്നു. പുറത്തു നിൽക്കുന്ന ചെറിയ കുട്ടികളെ കണ്ട അയാൾ സ്നേഹത്തോടെ അവരെ അകത്തേക്ക് വിളിച്ചു. അവർക്ക് വേണ്ടുവോളം ഭക്ഷണവും വെള്ളവും നൽകി. ശേഷം ഈ ഗ്രാമത്തിലേക്ക് തനിച്ചു വരുവാനുള്ള കാരണത്തെപ്പറ്റി അയാൾ ആ കുട്ടികളോട് ചോദിച്ചു. ഏറെ വിഷമത്തോടെ ഇരുവരും നടന്ന കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു. കാര്യം കേട്ടതോടെ ആ യുവാവിൻ്റെ മുഖത്തെ ചിരി മങ്ങി. അയാൾ ആ കുട്ടികളെ ദേഷ്യത്തോടെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ശാപം കിട്ടിയവരാണ് നിങ്ങളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അകത്തേക്ക് കയറ്റില്ലായിരുന്നു, അയാൾ അവരോട് ദേഷ്യത്തോടെ പറഞ്ഞു. ഇരുവരും സങ്കടത്തോടെ അവിടെ നിന്നും പുറത്തിറങ്ങി. മറ്റു പല വീടുകളുടെ വാതിലുകളിലും അവർ മുട്ടി. എല്ലാവരും അവരെ അതിഥികളായി കണ്ട് അകത്തേക്ക് ക്ഷണിച്ചെങ്കിലും അവരുടെ കഥ കേട്ട ശേഷം അവർ ദേഷ്യത്തോടെ ഇരുവരെയും പുറത്താക്കി അവർക്ക് നേരെ തങ്ങളുടെ വാതിലുകൾ കൊട്ടിയടച്ചു. ഇനി ഒരു വീട്ടിലും അഭയം തേടാനാവില്ല എന്ന് മനസ്സിലാക്കിയ ഗോമതിയും കൊച്ചുകേളുവും വനദേവതയുടെ അരികിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരുവരും ആ രാത്രി തന്നെ ഗ്രാമത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ആ ആൽമരത്തിനരികിലേക്ക് നടന്നു. കയ്യിലെ റാന്തൽ വിളക്കിലെ എണ്ണ തീരാറായിരുന്നു. കഷ്ടിച്ച് ആ രാത്രി താണ്ടുവാനേ അത് തികയൂ. ഇരുവരും വേഗത്തിൽ മുന്നോട്ടേക്ക് നടന്നു. അവർ ആ പാറക്കെട്ടിനരികിൽ ചെന്ന് ആ ഗുഹാകവാടം കണ്ടെത്തി. എന്നാൽ ഉയരമേറിയ പാറകളിൽ പിടിച്ച് മുകളിലേക്ക് കയറുവാൻ അവരുടെ ബാല്യം അവർക്ക് ഉതകുന്നതായിരുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ പാറകളിൽ വലിഞ്ഞു കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഏറെ വിഷമത്തോടെ അവർ ആൽമരത്തിനരികിലേക്ക് മടങ്ങി വന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അവർക്കൊരു ധാരണയുമില്ലായിരുന്നു. ഏറെ നേരം ചിന്തിച്ചിരുന്നതിന് ശേഷം ഗോമതിക്ക് ഒരു ബുദ്ധി തോന്നി. തൊട്ടടുത്ത് കാണുന്ന ഒരു കുടിലിൽ അഭയം തേടുക. എന്നാൽ തങ്ങൾക്ക് ശാപം കിട്ടിയ കാര്യം അവരോട് പറയാതിരിക്കുക. അങ്ങനെയെങ്കിൽ അവിടെ നമുക്ക് സുഖമായി ജീവിക്കാം. എന്നാൽ കൊച്ചുകേളു തൻ്റെ ആശങ്ക വ്യക്തമാക്കി. നാളെ നേരം വെളുക്കുമ്പോൾ
മറ്റു വീട്ടുകാരിൽ നിന്നും തങ്ങളെപ്പറ്റി അവർ മനസ്സിലാക്കില്ലേ? കൊച്ചുകേളുവിൻ്റെ ആശങ്ക ശരിയാണെന്ന് ഗോമതിക്ക് മനസ്സിലായി. എന്നാലും സാരമില്ല, ഈ രാത്രി എങ്ങനെയെങ്കിലും നമുക്ക് അതിജീവിക്കാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ ഇരുവരും തൊട്ടടുത്ത് കണ്ട ഒരു കുടിലിലേക്ക് നടന്നു. എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല, തങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയാൻ പോകുന്ന നിമിഷത്തിലേക്കാണ് അവർ നടന്നു നീങ്ങുന്നത്.